സാറിന്റെ ആദ്യത്തെ ജേർണി വിത്തിൻ സെഷൻ മുതൽ ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. എനിക്ക് ശരിക്ക് നേരത്തെയൊക്കെ എനിക്ക് സ്പിരിച്വലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്പിരിച്വൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒട്ടുമേ ശരിയല്ലായിരുന്നു എന്ന് എനിക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. സ്പിരിച്വലി ആയിട്ട് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ പോകാൻ പറ്റുമോന്നോ ഒന്നും. നമ്മൾ ഈ ഒരു ലൈഫ് ലീഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുമോന്നൊന്നും എനിക്ക് ആലോചിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സാറ് പറഞ്ഞ ഈ പാത എനിക്ക് സാറിന് അത്രയ്ക്കും വിശ്വാസമായിട്ട് ഞാൻ കണ്ണടച്ചാണ് സാർ പറയുന്നത് അതുപോലെ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമൊന്നും എനിക്ക് അങ്ങനെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കാരണം എനിക്ക് മൊത്തം സംശയങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ ഇങ്ങനെ എക്സ്പീരിയൻസസ് വരാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇതിൽ കാര്യമുണ്ടല്ലോ എന്ന് തോന്നിയത്. അപ്പം ഞാനാണേല് നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാല് ചെറിയ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആവുമായിരുന്നു. എനിക്ക് ഒരു കാറ്റടിച്ചാല് വിഷമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതില് പെട്ടെന്ന് ഹർട്ടാവും. അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിംഗ് ആയിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാല് ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പറഞ്ഞാ പറ്റത്തില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാല് പിന്നെ എനിക്ക് ഒരുപാട് സമയം ഒരു സന്തോഷത്തിലൊരു അമിതമായിട്ടുള്ളൊരു സന്തോഷമോ അമിതമായിട്ടുള്ള ഒന്നും ഇല്ല. ഒരു ഇരുത്തം വന്നൊരു സമാധാനമാണ്. ശരിക്കും പറഞ്ഞാല് പക്ഷെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരാൾ എന്നെ എത്ര പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും എനിക്കത് അവിടെ നിന്ന് അയാളെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടെന്നുള്ളതാണ്. കാരണം നേരത്തെയൊക്കെ അവർക്കായിരുന്നു കുഴപ്പം എന്നുള്ളതായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരാൾ അങ്ങനെ പറഞ്ഞാലും എനിക്ക് അവരുടെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കാൻ പറ്റുന്നോണ്ട് എനിക്ക് അവരുടെ അടുത്ത് ഒരു വിരോധവും തോന്നാറില്ല സത്യം പറഞ്ഞാല്. അവരെ മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോഴും നമുക്കൊന്നും തോന്നത്തില്ല. നേരത്തെയൊക്കെ എന്താ അവരങ്ങനെ സംസാരിക്കുന്നതെന്ന് തോന്നിയിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവരുടെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കാൻ പറ്റുന്ന ഒരവസ്ഥ എന്ന് പറയാം. അപ്പം നമുക്കൊന്നും തോന്നത്തില്ല. അവരുടെ അടുത്ത് ദേഷ്യവും തോന്നത്തില്ല. കാരണം അവര് കടന്നു പോകുന്ന ഒരവസ്ഥയെ കൂടെ നമുക്കും കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്ന് തോന്നാറുണ്ട്. ഒരുപാട് മാറ്റങ്ങളാണ് സാർ. ഒരുപാട് മാറ്റങ്ങൾ. എനിക്ക് പെട്ടെന്ന് ഇപ്പം അങ്ങനെ ഒരു സെൽഫ് എൻക്വയറി എന്ന് പറയുന്നത് ഒരു പർപ്പസ്ഫുള്ളി ചെയ്യുന്ന ഒരു അവസ്ഥയല്ല സത്യം പറഞ്ഞാല്. ആ ഒരു മോഡിൽ അങ്ങ് പോവാണ്. തന്നെ അങ്ങനെ അങ്ങ് പോവാണ്. നമ്മളൊരു നേരത്തെയൊക്കെ എഫേർട്ട് ഇട്ട് ഇടയ്ക്ക് ചിന്തകൾ വരുന്നതിനെയൊക്കെ പിന്നെ അതിൽ കൂടെയൊക്കെ കടന്നുപോയ അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം എന്ന് പറഞ്ഞാല് പിന്നെ എല്ലാം എന്തോ എനിക്ക് പറയാൻ അറിയത്തില്ല. ആദ്യത്തെ റിട്രീറ്റിൽ എനിക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്നാണ് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും റിട്രീറ്റിൽ പങ്കെടുത്തപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ ആദ്യത്തെ റിട്രീറ്റ് കഴിഞ്ഞ് കുറേ നാൾ എനിക്ക് ആ ഒരു സ്റ്റേറ്റിൽ ഒരുപാട് വ്യത്യാസം തോന്നിയായിരുന്നു. പക്ഷെ പിന്നെ രണ്ടാമത്തെ റിട്രീറ്റിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഡിഫറൻസ് തോന്നി. എനിക്കത് ഒരുപാട് ഡെപ്തിൽ പോയ പോലെ തോന്നി. നേരത്തെയൊക്കെ ഞാൻ സാറിനോട് എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഡൗട്ടായിട്ടൊക്കെ. അപ്പം സാർ എന്നെ പിന്നെയും സെൽഫ് എൻക്വയറിയിലോട്ട് തന്നെ കാരണം ഉത്തരം പറയാനായിട്ട് ഇല്ലല്ലോ. നമ്മൾ തന്നെയാണ് കണ്ടെത്താനുള്ളത് നമ്മുടെ ഉള്ളിൽ എന്താണെന്നും നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ എന്താണെന്നും സാറ് പിന്നെയും അത് ചോദ്യം തിരിച്ച് എന്നോട് തന്നെ ചോദിക്കും. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് അത് അങ്ങനെയാണ് പോകാനുള്ളതെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം സെക്കൻഡ് ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്തു. ഭയങ്കര ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഇല്ല ഒന്നും ഒരു ഒന്നും പറയാനില്ല സർ. താങ്ക് യു സോ മച്ച് സർ.